നമസ്കാരം. മലയാളി വികസനത്തിന്റെ പാതയിൽ തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം എത്താൻ കഴിയാത്ത, എന്തിന് അടിസ്ഥാന വികസനങ്ങൾ പോലും എത്തി നോക്കിയിട്ടില്ലാത്തൊരു ജനവിഭാഗം ഇന്നും നമുക്കിടയിലുണ്ട്. കാടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുമ്പോഴും ഇവരും മനുഷ്യരാണെന്ന് തിരിച്ചറിയാനും പണവും സമയവും ഇത്തിരി സ്നേഹവും ഇവർക്ക് കൂടി മാറ്റിവെക്കാനും കുടുംബശ്രീക്ക് സാധിച്ചു. ഈ തിരിച്ചറിവാണ് ഇടുക്കിയിലെ ഒരു കുടുംബശ്രീ കൂട്ടായ്മയെ ഈ റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട മത്സരവേദി വരെ എത്തിച്ചത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ പുതുമ നിറഞ്ഞ ഒരു എപ്പിസോഡിലേക്ക്. കുടിയേറ്റ ഗ്രാമമാണ് കഞ്ഞിക്കുഴി. ആദ്യ റൗണ്ടിലെ മികച്ച പ്രകടനത്തിലൂടെ 81 മാർക്ക് സ്വന്തമാക്കിയ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി CDSനെ നമുക്ക് സ്വാഗതം ചെയ്യാം ദൂരദർശന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി. വികസനത്തിലേക്കുള്ള യാത്രയിൽ കഞ്ഞിക്കുഴിക്കൊപ്പം നിൽക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? CM ശൈല, കൃഷി ഓഫീസർ, കഞ്ഞിക്കുഴി. എന്റെ പേര് ശോഭന മോഹനൻ. ഞാൻ കഞ്ഞിക്കുഴി CDSന്റെ മുൻ ഉപസമിതി JLGയുടെ കൺവീനറാണ്. എന്റെ പേര് പൊന്നമ്മ കുട്ടപ്പൻ, കഞ്ഞിക്കുഴി CDSന്റെ ചെയർപേഴ്സൺ. എന്റെ പേര് രാജശ്രീ അനൂപ്, CDS വൈസ് ചെയർപേഴ്സണും MF ഉപസമിതി കൺവീനറുമാണ്. LD സ്വശാമ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കഞ്ഞിക്കുഴിയുടെ വികസന സാരഥികളെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് വിധികർത്താക്കൾ ആരൊക്കെയാണെന്നറിയാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത P. ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തൃശൂർ വെള്ളാണിക്കര കാർഷിക സർവകലാശാലയിലെ സെന്റർ ഫോർ ലേണിംഗ് ഡയറക്ടർ ഡോക്ടർ AK ഷെരീഫ്. വിധികർത്താക്കൾക്കൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും നമ്മോടൊപ്പമുണ്ട്. നമുക്കിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദിവാസി ക്ഷേമം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് കഞ്ഞിക്കുഴി CDS നിർവഹിക്കുന്നത്. ആദ്യ റൗണ്ടിൽ ഈ വേദിയിൽ കഞ്ഞിക്കുഴി CDS അവതരിപ്പിച്ച പ്രധാന പദ്ധതികളുടെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ. നല്ല തണുപ്പുള്ളൊരു പ്രഭാതത്തിൽ ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിലൂടെയാണ് ഈ യാത്ര. കഞ്ഞിക്കുഴിയിലെ CDS ചെയർപേഴ്സൺ പൊന്നമ്മ കുട്ടപ്പൻ ഊർജ്ജസ്വലമായി നടപ്പാരംഭിച്ചിട്ട് ഇപ്പോൾ 3 മണിക്കൂറെങ്കിലുമായി. വെറും 2ാം ക്ലാസ് വിദ്യാഭ്യാസവും കടുത്ത ദാരിദ്ര്യവും പശ്ചാത്തലമുള്ള ഊരാളി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പൊന്നമ്മ കുടുംബശ്രീയുടെ നേതൃസ്ഥാനത്തെത്തിയതിനു പിറകിൽ ആവേശകരമായ ഒരു സാമൂഹിക മാറ്റത്തിന്റെ ചരിത്രമുണ്ട്. ഭൂതകാലത്തിന്റെ കെട്ടുപാടുകൾ തീരെയില്ലാതെ ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നടക്കുകയാണ് ആദിവാസി മേഖലയിലെ പുതിയ തലമുറ. കൃഷി ഇവർക്ക് ആവേശമാണ്, കൂട്ടായ്മയുടെ ആഘോഷമാണ്, അഭിമാനമാണ്. കൂടാതെ ഒരു കുടുംബം മുഴുവൻ ആശ്രയിക്കുന്ന ഒരു മികച്ച വരുമാന സ്രോതസ്സാണ്. ഏറ്റവും കൂടുതൽ തുക ലോൺ നൽകിയതിനും ഏറ്റവും കൂടുതൽ JLG ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചതിനുമുള്ള അവാർഡിന്റെ സംസ്ഥാന പുരസ്കാരം കഞ്ഞിക്കുഴി CDSനായിരുന്നു. കഴിഞ്ഞ വർഷം 4.3 ലക്ഷം രൂപ ഗ്രൂപ്പുകൾക്കായി ലോൺ നൽകി. 3 വർഷം മുമ്പ് ഈ ഗ്രൂപ്പുകൾക്ക് വായ്പ നൽകാൻ ഒരു ബാങ്ക് പോലും തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലോൺ നൽകിയ CDSായി മാറി കഞ്ഞിക്കുഴി. ഇതാണ് കഞ്ഞിക്കുഴിയിലെ ഏറ്റവും തിരക്കുള്ള വാഹന പെയിന്റിംഗ് സ്ഥാപനമായ ഹരിതശ്രീ. ഇവിടെ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതും പെയിന്റ് ചെയ്യുന്നതും കഞ്ഞിക്കുഴിയിലെ 5 വനിതകളാണ്. ഭർത്താവിൽ നിന്ന് വാഹന പെയിന്റിംഗ് വിദ്യ കരസ്ഥമാക്കിയ ലീലാമ്മ പിന്നീട് 4 പാവപ്പെട്ട വനിതകളെ കൂടി പെയിന്റിംഗ് ജോലി പഠിപ്പിച്ചു. കരസ്ഥമാക്കിയ അറിവിനെ ഒരു സംരംഭമാക്കി മാറ്റി തൊഴിലും വരുമാനവുമാക്കി മാറ്റിയത് കുടുംബശ്രീയാണ്. ഇത്തരത്തിൽ തെങ്ങുകയറ്റം, കാടുവെട്ടി കളിക്കൽ, ധാന്യമൽ, ടെക്സ്റ്റൈൽസ് തുടങ്ങി 108ഓളം പുതുമയുള്ള സംരംഭങ്ങളാണ് കഞ്ഞിക്കുഴി CDSനുള്ളത്. ആട് ഗ്രാമ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 11 ഗ്രൂപ്പുകളാണ് പാൽ സമൃദ്ധിയിലൂടെ കഞ്ഞിക്കുഴിയെ സമ്പന്നമാക്കുന്നത്. 24 പെണ്ണാടും 5 മുട്ടനാടുകളുമാണ് ഓരോ ഗ്രൂപ്പിലുമുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള അക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കഞ്ഞിക്കുഴി CDSന്റെ നിർഭയ പദ്ധതി ആരംഭിച്ചിട്ട് വർഷം 4 തികഞ്ഞു.
പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് കുറ്റകൃത്യങ്ങൾ തടയുക വഴി ഇവർ പൊതുസമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാവുകയാണ്. ആടിയും പാടിയും കഥകൾ പറഞ്ഞും പങ്കുവച്ചു ഇവർ സ്വയം സ്വീകരിക്കുകയാണ്, മറ്റുള്ളവരെ രസിപ്പിക്കുകയുമാണ്. എന്നാൽ ഇവരുടെ ഓരോ കഥകളും പാട്ടിലുമുണ്ട് സാമൂഹിക മാറ്റത്തിനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ചിന്ത. ഫസ്റ്റ് റൗണ്ട് എല്ലാവരും കണ്ടോ? കണ്ടു, എല്ലാവരും കണ്ടു. നാട്ടിലുള്ളവർ കണ്ടു. എന്തെങ്കിലും പറഞ്ഞു? ദൂരെയുള്ളവരൊക്കെ കണ്ടു, എല്ലാവരും വിളിച്ചു. ഞങ്ങൾക്ക് പറഞ്ഞു? നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ കോഴിക്കോട് മുൻ മേയറായിരുന്ന സാറ് ഞങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു ബുക്ക് അയച്ചു തന്നിരുന്നു. എല്ലാ പഞ്ചായത്തിലുള്ളവർ മുഴുവൻ ആൾക്കാരും കണ്ടു, അടുത്ത പഞ്ചായത്തിലുള്ളവർ കണ്ടു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നല്ല അഭിപ്രായം. പിന്നെ അവർക്കൊരു മാതൃക ആക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളാണ്. എന്നെ എല്ലാവരും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. പ്രസിഡന്റ്, നാട്ടുകാരൊക്കെ കണ്ടോ ഇത്? കണ്ടു. മിക്കവാറും വൈകിട്ട് 7:11 ഉച്ചയ്ക്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആളുകൾ വിളിച്ചു, നിങ്ങളിതിങ്ങനെ ദൂരദർശനം ഇങ്ങനെ എടുത്തിരിക്കുവാണോ, ഇതിങ്ങനെ ഇതുപോലെ കഞ്ഞിക്കുഴിയെ കാണിക്കാൻ നിങ്ങൾ ഇത്ര ജോലി ചെയ്യുന്നുണ്ടോ കഞ്ഞിക്കുഴിയിൽ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വിളിച്ചു. അത് നന്നായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഡോക്ടർ ഷെരീഫാണ് അവിടെ വന്നത് ഇല്ലേ. ആ വന്ന കഥയൊക്കെ ഞങ്ങളുടെ മറ്റ് ജൂറി അംഗങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, റിപ്പോർട്ടൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ അത് നമുക്ക് കാണുകയും വേണമല്ലോ, പ്രേക്ഷകർക്കും കാണിക്കണം. അപ്പം അത് കണ്ടിട്ട് നമുക്ക് തിരിച്ച് വിശദമായിട്ടുള്ള ചർച്ചയിലേക്ക് വരാം. ഇടുക്കി ജില്ലയിലെ മലയോര കാർഷിക മേഖലയായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. കോടമഞ്ഞിന്റെ തണുപ്പും സൗന്ദര്യവും ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര. നീണ്ട യാത്രയ്ക്കൊടുക്കി കുടുംബശ്രീയുടെ ഓഫീസിലെത്തി. ഡോക്ടർ KP കണ്ണനും ഡോക്ടർ AK ഷെരീഫും ദൂരദർശൻ പ്രതിനിധി G സാജനുമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെ എല്ലാം സംയുക്ത പ്രവർത്തനം കാണാനായിട്ട് നമ്മളെല്ലാവരും സ്റ്റുഡിയോയിൽ പോയിരുന്നാണ് കണ്ടത്. ബഹുമാനരായ ജഡ്ജി ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചു. ആ ഉത്തരങ്ങളെല്ലാം ശരിയാണോ എന്നും കൂടെ പരിശോധിക്കാനും കൂടെ കൂടിയാണ് അവരുടെ എത്തിയിരിക്കുന്നത്. കുടുംബശ്രീയുടെ പരിപാടി കുടുംബശ്രീയുടെ സന്ദർശനം തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. അതിന് മുൻപും അതിനുശേഷവും എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് മറ്റ് CDCകൾ ചെയ്യുന്നത് ഇതിന്റെ ഓരോന്നും ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ അത് കണ്ട് ഒരു പ്രചോദനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ വരെ വന്നിട്ട് ചെയർപേഴ്സന്റെ വീട്ടിൽ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോ ചെയർപേഴ്സൺ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോ വെൺമണി. അപ്പൊ വെൺമണിയിലാണ് നമ്മൾ. ഈ റോഡ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ജീപ്പില് കുറച്ച് ദൂരം കൂടെ പോകണം. അങ്ങോട്ട് നമ്മൾ പോകേണ്ട സ്ഥലം ചെയർപേഴ്സന്റെ വീട്ടിലോട്ടാണ് പോണത്. ആ സ്ഥലത്തിന്റെ പേര് തെക്കൻതോണി. അപ്പൊ തെക്കൻതോണിയിൽ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് 2.25 കിലോമീറ്റർ. അതിൽ എത്ര ജീപ്പ് പോകും? എത്ര സ്ഥലം വരെ ജീപ്പ്? 2.25 കിലോമീറ്റർ വരെ ജീപ്പ് പോകും. അത് കഴിഞ്ഞ് 3/4 കിലോമീറ്റർ ജീപ്പ് പോകാത്ത നടക്കണം. അത് ഇറക്കമാണ്. വഴിയില്ല, ഒരു പാദം വെക്കാനുള്ള വഴിയേ ഉള്ളൂ. 2 സൈഡ് വന്ന കാടാണോ, കൃഷിയാണോ? റബ്ബർ തോട്ടമുണ്ട്, വനമുണ്ട്. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ് ഇത്. അപ്പൊ ഇത്രയും നമ്മളിപ്പോ 2 മല കടന്ന് വന്നു എന്നല്ലേ പറഞ്ഞു? അന്ന് പറഞ്ഞുതരാമോ ഇത്രയും വിസ്തൃതിയുള്ള എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? റോഡൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് വലിയൊരു പഞ്ചായത്താണ്. നമ്മൾ എത്ര വികസന പ്രവർത്തനം നടത്തിയാലും ഇവിടെ ഒന്നും കാണാനില്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ പൈസ മുടക്കുന്ന റോഡിനാണ്. കുറെ കാണാനുണ്ട്. അതുള്ളൂ ദൂരം വന്നല്ലോ. അതേ ഉള്ളൂ സാറേ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു റോഡെന്ന് പറയുന്നത്. റോഡ് വിട്ടിട്ട് ഉൾപ്രദേശങ്ങളില് വീടുകളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ കുട്ടികളൊക്കെ സ്കൂൾ പോകണമെങ്കിൽ നടന്നു വരണം. അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. ജോലിക്ക് ഈ 2.5 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നാലേ ഇവിടുന്ന് വണ്ടി കിട്ടത്തുള്ളൂ. ഇവിടുന്ന് വണ്ടി കിട്ടും. പിന്നെ ജോലിക്ക് വരുന്നവരും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊത്തം എത്ര നടക്കണം ഒരു ദിവസം? രാവിലെ 3 കിലോമീറ്റർ മിച്ചം, 3.5 കിലോമീറ്റർ മിച്ചം വീട്ടിൽ എല്ലാ ദിവസവും. വീട്ടിൽ നിന്ന്
വീട്ടിൽ നിന്ന് ഇതുവരെ വരും. ഇവിടുന്ന് ബസ് പിടിക്കും. എന്നിട്ട് പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ നേരത്തെ 2005-ലൊക്കെ ഇവിടെ ഞാനിപ്പോ പറഞ്ഞില്ല പഴയിരിക്കണ്ടോ അവിടം വരെ നടക്കണം. അപ്പൊ ഇപ്പൊ കുറച്ച് കുറഞ്ഞു. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അവരുടെ വീട് സന്ദർശിക്കാനായിട്ട് പോവാം. അതിന്റെ വഴിയിലൊക്കെ കാണാം. എത്ര ഉണ്ടായിരുന്നു നമുക്കൊന്ന് പരിചയം വരാലോ അങ്ങനെ നടന്നിട്ട് അല്ലേ? ഒരുമിച്ച് പോലെ എന്റെ വീട്ടിലോട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് കയറി വന്ന് നമുക്ക് അയൽക്കൂട്ടം കാണാം. സംരംഭ യൂണിറ്റ് അവിടെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ. ഇനി ഏതേ പോണം ഇതല്ലേ? ചക്ക രാത്രിയൊക്കെ വരുമ്പോഴാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത് അല്ലേ? രാത്രി വരുമ്പോഴേ ഈ ഇടുക്കിൽ കൂടെയൊക്കെ ഇവിടെ നിന്ന് ഇപ്പം വടി വേണോ? രോഗിയായിട്ടിരുന്നാല് നമ്മൾ എടുത്തോണ്ട് പോണം അത്രയും ദൂരം. എന്റെ അച്ഛന് ഇതുപോലെ അസുഖം വന്ന് പ്രഷർ കൂടി പെട്ടെന്ന് തളർന്നു വീണു. എടുത്തോണ്ടാണ് പോയത്. വെക്കോളാം. നിങ്ങളുടെ ചെയർപേഴ്സന്റെ വീട്ടിലെത്താൻ ഞങ്ങള് ഒരു ശബരിമലയിൽ പണ്ട് പോയിട്ട് വരുന്ന പോലെയുള്ള ഒരു ഇറക്കം. അതെ, ഇപ്പോഴല്ല, ഇപ്പോഴത്രയില്ല. ഈ പ്രദേശത്ത് എത്ര വീടുകളുണ്ടോ? ഈ പ്രദേശത്ത് നമ്മളിപ്പോ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ 3 വീടേ ഉള്ളൂ. 8 വീടുണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് കയറിപ്പോയി. ഇപ്പൊ 3 വീടേ ഉള്ളൂ. അമ്മ 4 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. എണീറ്റ് പണി കുറച്ചുള്ളതൊക്കെ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഒരുങ്ങി കയറിപ്പോവും. വൈകുന്നേരം 7 മണിയാകുമ്പോഴേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ കൊറേ നേരം വിശ്രമിക്കും. വന്ന ക്ഷീണം. ഞാൻ രാവിലെ എണീറ്റ് 6 മണിയൊക്കെ ആകുമ്പോഴും എണീക്കും. എണീറ്റ് മുറ്റം അടിച്ച് പെരെല്ലാം അടിച്ച് പാത്രം എല്ലാം കഴുകി കഞ്ഞിയും കറിയെല്ലാം വെക്കും. കാപ്പിയെല്ലാം ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്. ബികോം ഫിനാൻസ്. കുടുംബശ്രീ വന്നതിന് ശേഷം നിങ്ങളുടെ ഈ സമൂഹത്തിൽ നിങ്ങൾ ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാർ തന്നെയല്ലേ? ഇവിടെ എന്ത് മാറ്റമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കുടുംബശ്രീ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഈ കുടുംബശ്രീ വന്നതിന് ശേഷം ഈ JLG വഴിയായിട്ടും അല്ലാതെ കൃഷികളും ഒക്കെ ആയിട്ട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഈ നേരത്തെ പോലെ BPL ആയിരുന്ന ഒത്തിരി കുടുംബങ്ങൾ APL ആകാൻ ആയിട്ടുണ്ട്. സതീഷ് അമ്മയ്ക്ക് വേണ്ടി എന്ത് സപ്പോർട്ടാണ് ചെയ്യുന്നത്? നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വയറേക്കട്ടെ എന്തൊക്കെയാ ചെയ്യുന്നത് ഒന്ന് പറയും. മകൻ എന്ത് ചെയ്യും? കഞ്ഞി വെക്കും, കറി വെക്കും, അടുക്കള ചെയ്യും. അമ്മ ഇല്ലാത്ത സമയത്ത് എല്ലാവരും ചെയ്യും. കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിക്ക് നല്ല സുഖമാണ്. ഏത് സ്കീമിൽ പഠിച്ചാ? ഇത് IAYയുടെ സ്കീം കേട്ടതായിരുന്നു. 1 ലക്ഷം രൂപയായിരുന്നു. ഇത് എല്ലാ കാര്യങ്ങളും ചുമന്നിറക്കണമായിരുന്നു. അതിന്റെ ഇത്രയും ഈ തറയിട്ടപ്പോ തന്നെ ഇത് മണ്ണെല്ലാം വലിച്ചപ്പോ തന്നെ 1 ലക്ഷം തീർന്നു. പിന്നെ ഞങ്ങളുടെ JLGന്ന് കിട്ടിയതിന്റെ അയൽക്കൂട്ടം ചെയ്തിരിക്കുന്ന 5 JLG ഉണ്ട്. ആ 5 JLG കിട്ടിയിരിക്കുന്ന ആദായം എനിക്ക് വീട് പണിയാനായിട്ട് ബാക്കി എല്ലാ കാര്യത്തിനും അങ്ങനെ ചെയ്തതാണ്. ഇലക്ട്രിസിറ്റി കിട്ടിയിട്ട് എത്ര വർഷമായി? കിട്ടിയിട്ട് 7 വർഷം കഴിഞ്ഞു അല്ലേ? 7 വർഷം കഴിഞ്ഞു. തിരികെ വരുന്ന വഴി ഞങ്ങൾ അനുപമ ST വർക്ക് ഷെഡിൽ ഒന്ന് കയറി. പരമ്പരാഗതമായി നെയ്ത്ത് തൊഴിലറിയാവുന്നവർ കൂടിയിരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. മൊത്തം 33 പേർ ഇവിടെ ജോലി ചെയ്യുന്നു. വാഴനാര് കൊണ്ടും പരമ്പ് കൊണ്ടും നെയ്യുന്ന 2 ഗ്രൂപ്പുകളായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വാങ്ങുന്നു. പുറത്തുനിന്ന് ഓരോരുത്തരിങ്ങനെ അതോ നിങ്ങൾ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ട് കൊടുക്കും? ചന്തയിൽ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. 2 പേര് ഇവിടെ വന്നെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരിങ്ങനെ ഇത് കണ്ടിട്ട് ഓർഡർ
ഓർഡർ ചെയ്യും. അന്നേരം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും. വരുമാനമുണ്ട് ഒരാൾക്കോ. അങ്ങനെ ഞങ്ങളിത് മൊത്തത്തിൽ ഇങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് മൊത്തത്തിൽ തുല്യമായിട്ട് വീതിച്ചെടുക്കും. സ്വന്തമായി ഏത്തവാഴ കൃഷിയുള്ളതുകൊണ്ട് വാഴനാര് ലഭിക്കുവാൻ ഇവർക്ക് എളുപ്പമാണ്. മനോഹരമായ പേഴ്സുകൾ, ടേബിൾ മാറ്റുകൾ, ബാഗുകൾ തുടങ്ങിയവയെല്ലാം ഇവർ ഇവിടെ ചെയ്യുന്നു. ഏത്തവാഴയുടെ ആണ് നല്ലപോലെ കിട്ടുന്നത്. എല്ലാ വാഴയും തന്നെ എടുക്കാം, പക്ഷെ നല്ല നൂല് ഏത്തവാഴ കത്തി ഉപയോഗിച്ച് ചീകി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ST പ്രൊമോട്ടറായിട്ട്. വരുന്ന വഴിക്ക് ഒരു ST അയൽക്കൂട്ടം നടക്കുന്നതറിഞ്ഞ് ഒന്ന് കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാ കുടുംബാംഗങ്ങളും തൊഴിലുറപ്പ് കാർഡ് എടുക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ അയൽക്കൂട്ട മീറ്റിംഗ് കാണാനാണ് വന്നത് ഞങ്ങള്. നിങ്ങളുടെ എല്ലാവർക്കും കൃഷിയുള്ളവരാണോ? അതെ. സ്വന്തം സ്ഥലമുണ്ട്? സ്ഥലം ഇല്ലാത്തവർ പാരത്തിലെടുത്താണേലും പാട്ടത്തിലെടുത്ത് സംഘകൃഷിയായിട്ട് ചെയ്യുന്നു. ഞങ്ങള് ചാണകവും ചാണകം ഞങ്ങളുടെ പശു അത്യാവശ്യം ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും മിനിറ്റ്സ് ബുക്കും മറ്റും പരിശോധിക്കുകയും ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കഞ്ഞിക്കുഴിയുടെ കാർഷിക പെരുമയുടെ വിശേഷങ്ങൾ അറിയുകയായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. കൃഷിക്കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? നിങ്ങൾ ഏത് JLG ഗ്രൂപ്പാണ്? ഞങ്ങൾ ആവണി JLG ഗ്രൂപ്പിലെ ആൾക്കാരാണ്. എത്ര വാഴയുണ്ട്? ഇത് 300 വാഴയുണ്ട്. വയ്ക്കാം. ഇടവേളയായിട്ട് പയർ. അന്നേരം ഇപ്പൊ വാഴ മേളിലേക്ക് കയറി ചോലയായി കഴിഞ്ഞപ്പം പയർ പറിച്ച് ഞങ്ങളിങ്ങനെ നടുക്കൂടെ കൂട്ടി. സമീപത്ത് തന്നെയുള്ള ഒരുമ JLG ഗ്രൂപ്പ്. ഞങ്ങൾ 4 ഏക്കർ പല സ്ഥലങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നത്. പൊതുവായിട്ട് അതിൽ ഇഞ്ചി, വാഴ, കപ്പ, പച്ചക്കറി. കഞ്ഞിക്കുഴി പ്രഭാ സിറ്റിയിലുള്ള ഹരിശ്രീ വാഹന പെയിന്റിംഗ് വർക്ക്സിലേക്കാണ് ഞങ്ങൾ അടുത്തതായി പോയത്. കുടുംബശ്രീ മുഖേന ഇത് തുടങ്ങിയിട്ട് ഒരു 8 മാസക്കാലമായുള്ളൂ. അപ്പം കുടുംബശ്രീ ഒരു അവിടെ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തപ്പോൾ ഇങ്ങനെ സംരംഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ സംരംഭത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കൊരു ജോലിയാവും. എന്നാൽ അവരോട് ചെയർപേഴ്സണോട് പറഞ്ഞു അതിനെല്ലാം നല്ല കാര്യം, എല്ലാവർക്കും അപ്പം വിജയിച്ചിട്ട് പറഞ്ഞപ്പം നല്ല കാര്യമാണ്, എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കണം, നമുക്കിത് വലിയ സംരംഭമായിട്ട് മാറ്റാം അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ സ്വന്തം പണിതോട്ടിപ്പോൾ ഒരു കംപ്രസറും ഗണ്ണും അത്യാവശ്യ സാധനങ്ങൾ മാത്രം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ പണിയില്ല. ചേച്ചി പറഞ്ഞു തന്നു. ചേച്ചി പറഞ്ഞ മാതിരി ചെയ്ത് പഠിച്ചു. കഞ്ഞിക്കുഴി ചുരുളിപ്പതാലിലുള്ള സുവർണ ഫ്ലോർ മില്ലിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടത്തുന്നത്? ഇവിടെ നടക്കുന്നത് പച്ചരി നല്ലതുപോലെ കഴുകി വാരി ഉണക്കി അത് മില്ലിൽ പൊടിച്ച് വറുത്ത പാക്കറ്റുകളാക്കി അപ്പപ്പൊടി, പുട്ടുപൊടി എന്നിവ എത്തിച്ചു കൊടുക്കുന്നു വിപണിയില്. ചന്തയില് എല്ലാ കുടുംബശ്രീയുടെ എല്ലാ മാസച്ചന്തകളിലും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. 50 കിലോ പൊടി വരെ ഒരു ദിവസം കയറി പോകുന്നുണ്ട് ഇവിടുന്ന്. 50 പാക്കറ്റ്? 50 പാക്കറ്റ്. 1 കിലോ ഒരു പാക്കറ്റ്? ഒരു പാക്കറ്റ്. ഒരു ദിവസം 50, 5 പേരും കൂടെ? 10 കിലോ ഒരാളുണ്ടാവും. അതിങ്ങനെ പാക്ക് ചെയ്യും. എന്താ വില? ഇത് 40 രൂപ. 40 രൂപ. ലോക്കൽ മാർക്കറ്റ് വിലയേക്കാൾ 1 രൂപ കൂട്ടിയാണ് സാർ ഞങ്ങൾ കൊടുക്കുന്നത്. കൂട്ടിയാണ് എന്നാലും കാരണം ശുദ്ധമായ സാധനമാണ്. ശുദ്ധം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാതെ. ഇതിപ്പോ നിങ്ങൾക്ക് ലോണൊക്കെ എത്രയുണ്ട്? ലോണ് മില്ലിന് 3 ലക്ഷം രൂപ തന്നിട്ടുണ്ട്.
അതിന്റെ റീപേയ്മെന്റ് എത്ര വരും? 10,200 വെച്ച് മാസം അടയ്ക്കുന്നു. അടയ്ക്കുന്നു. തീർച്ചയായിട്ടും. അടച്ചു കഴിഞ്ഞിട്ട് എത്ര ലാഭം കിട്ടുന്നുണ്ട്? 10,200 വെച്ച് മാസം അടച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആൾക്കാരുടെ ശമ്പളം കൊടുത്തതിന് ശേഷം 4,500 വെച്ചൊരു മാസം ഞങ്ങൾക്ക് ലാഭം കിട്ടും. ചുരുളിപ്പതാലിൽ തന്നെയുള്ള ഏഞ്ചൽ ഗാർമെന്റ്സ് 2010-ൽ 5 പേർ ചേർന്ന് ആരംഭിച്ച സംരംഭമാണ്. ഇവർ തുണികൾ വാങ്ങി വെട്ടിത്തച്ചു. വീട്ടിൽ മെഷീൻ ഉണ്ടോ ഓരോരുത്തരുടെ? അതോ ഇവിടെ ഈ ഒരു മെഷീൻ ഉണ്ടോ? ഞങ്ങൾക്ക് മെഷീനുണ്ട്. അപ്പൊ വീട്ടിൽ വെച്ചിട്ടുണ്ടോ? വീട്ടിൽ വെച്ച് ഇവിടെ വന്ന് വെട്ടി കൊടുക്കും. രണ്ടുപേരും ഇവിടെ ഇരുന്ന് തയ്ക്കും. അല്ലാത്തവര് രണ്ടുപേരും വീട്ടിൽ തയ്ക്കും. വീട്ടിൽ തെച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള കച്ചവടവും ഇവർ ചെയ്യുന്നു. ഞങ്ങൾ കവലയിൽ ഉണ്ടായിരുന്ന നാട്ടുകാരോട് ഇവിടത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ ടി വി കാണാറുണ്ട്. എന്ത് പറയുന്നു? നല്ല പരിപാടിയല്ലേ? എല്ലാവരും അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. അല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ല, എല്ലാവരും അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ ഈ സംരംഭമൊക്കെ തുടങ്ങുന്നു, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനോട് തുടങ്ങേണ്ട നല്ല കാര്യമാണേ. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. നാടിന് വികസനം ഉണ്ടാകുന്നു, തൊഴിലുണ്ടാകുന്നു, കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും നല്ല കാര്യങ്ങളാണ്. എല്ലാ പരിപാടിയുണ്ട്. ഒരു കുഴപ്പമില്ല. കുറവാണ്. ഞങ്ങളൊന്നും അങ്ങനെ മുട്ടടിക്കുന്ന ആൾക്കാർ എന്നെ കണ്ടാൽ തോന്നുന്നില്ല. നല്ല കുടിയന്നെ. ചെറിയ പശുവുണ്ട്, അതിനെ നോക്കും. പിന്നെ ഞങ്ങള് ഇങ്ങനെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിനല്ല ചേട്ടന്മാരെല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ട്. ഇവിടെ വന്നിരിക്കല്ല സാറേ, ഞങ്ങളുടെ കടയിലാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഇല്ലാതെ വരുമ്പോ കടയിലിരുത്തും. അങ്ങനെ നല്ല സഹായങ്ങളും ഞങ്ങൾക്കുണ്ട്. ചെയർപേഴ്സൺ, അപ്പൊ നമ്മൾ വന്ന കണ്ട കാര്യങ്ങളുടെ ഒരു രത്നച്ചുരുക്കം ഇവിടെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ആദ്യം ഡോക്ടർ ഷെരീഫിനോട് ചോദിക്കാം. പ്രത്യേക സ്ഥലം പോലെ എനിക്ക് തോന്നി. കാരണം ഇടുക്കിയിൽ ഇത്രയും സാധ്യതകളെല്ലാം ഉള്ള ഒരു ഗ്രാമപ്രദേശം, അത് മാത്രമല്ല അതിൽ എത്തപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഈ കൂട്ടായ്മ പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും നിങ്ങളുടെ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ചാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. കാരണം കൃഷി അവിടെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി അല്ല എന്നുള്ളൊരു തോന്നിച്ചു. കാരണം പലപ്പോഴും നിങ്ങളുടെ തന്നെ ചില നാട്ടറിവുകളും അതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം കൃഷി ഓഫീസറിവിടെ വന്നിട്ടുണ്ട്. അതിനായിട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കിട്ടാറുണ്ടോ? എങ്ങനെയാണ് കൃഷി? നിങ്ങൾക്ക് ഇപ്പോൾ ഏതായാലും നല്ലൊരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കൂടിയ വാഴകൃഷിയും ബാക്കിയുള്ള എല്ലാ കൃഷിയും എല്ലാം അവിടെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ വന്നത് നിങ്ങളുടെ ഈ വാഴ അത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അതും നല്ലൊരു വേറെ പല സ്ഥലത്തും കാണാൻ കഴിയാത്തൊരിതാണ്. അത് കൊള്ളായിരുന്നു. പിന്നെ വാല്യൂ അഡീഷനാണ് അതിൽ വരുന്നത്, ഈ ഫ്ലവർ മില്ലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അവിടെ ഒരു സാധ്യതയുള്ളത് വേറെ ഒന്നും കൂടെ ഉണ്ട്. ഈ കൃഷിയിൽ നിന്നുള്ള ഈ വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവിടെ അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ JLGകൾക്ക് ലോൺ വാങ്ങിക്കൊടുത്തതിന്റെ നബാർഡിന്റെ ഒരു അവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ 500 ചില്ലാനം JLG ഉണ്ട് അല്ലേ? സംഘകൃഷി ഗ്രൂപ്പുകളുണ്ട്. എത്ര ഏക്കറാന്നാണ് പറഞ്ഞത്? 200 ഏക്കർ സ്ഥലം അല്ലേ? 1000-ലധികം ഉണ്ട്. അപ്പൊ അത് ഇതിൻ്റെതായിരിക്കും. അപ്പോൾ 1000-ലധികം ഏക്കർ സ്ഥലം ഈ 500-ലധികം ഗ്രൂപ്പുകൾ ചെയ്യുന്നു. പല വിധത്തിലുള്ള വിളകൾ, മലഞ്ചരക്ക് പോലുള്ള ഒരുപാട്, ഏലം, ഇഞ്ചി, മഞ്ഞൾ അല്ലേ, വാഴ, കപ്പ, അങ്ങനെയുള്ള പലതും കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 63 മാസ്റ്റർ ഫാർമേഴ്സ് ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലേ കൃഷിയുടെ കാര്യത്തില്? അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ആകർഷകമായി തോന്നിയത് ST വിഭാഗത്തിന്റെ ഇടയിൽ 622 കുടുംബങ്ങൾ ഇതിൽ അംഗങ്ങളാണ്. ഇനി അംഗങ്ങളാവാനുള്ള കുടുംബങ്ങൾ അധികമില്ല അല്ലേ? ഒന്നുപോലുമില്ല. എല്ലാവരെയും അംഗങ്ങളാക്കിയിട്ടുണ്ട്. അവരംഗങ്ങളാണ്. ത്രിഫ്റ്റ് മാത്രമല്ല, അവർക്ക് 4 ഗ്രൂപ്പുകൾക്ക് ഈ പായ നെയ്ത്ത്, കൊട്ട നെയ്ത്ത് മാതിരിയുള്ള വീവിംഗ് ഗ്രൂപ്പ് ഇല്ലേ, 4 ഗ്രൂപ്പുണ്ട്. JLG 44 JLG അവരുടെ ഇടയിൽ സംഘമായിട്ട് വർക്കുന്നു. ഇത് രണ്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന്റെ കാര്യം ഒക്കെ പറഞ്ഞു. മൃഗസംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആടുഗ്രാമം, പശുഗ്രാമം, സ്പെഷ്യൽ ആശ്രയ അല്ലേ,
ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആശ്രയം. അവിടുത്തെ ബാലസഭയിലെ കുട്ടികൾ ഒരു ഫിലിം ഉണ്ടാക്കുകയുണ്ടായി. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഇവിടെ പറയാൻ സാധിച്ചു. ഈ ഫ്ലവർ മില്ലിൽ ഒരാളിനെ ഇപ്പൊ കിട്ടുന്നത് 4000 രൂപ അല്ലേ പറഞ്ഞു? അല്ല, ശമ്പളം കൊടുത്തു കഴിഞ്ഞ് ബാക്കി സർപ്ലസ് they get 4000. No, they take home 4000. ആളുകൾക്കുള്ള സാലറിയും ബാങ്കിലെ ലോണും അടച്ചതിന് ശേഷമാണ് മെമ്പേഴ്സിനെ കിട്ടുന്നത് 4000 രൂപ. ലാഭം, പ്രോഫിറ്റ്. ശമ്പളം കൊടുത്തു കഴിഞ്ഞ് ബാക്കി മിച്ചം വരുന്നത് 4000. ശമ്പളം ആർക്ക് കൊടുക്കുന്നത്? ശമ്പളം നമ്മൾ അവിടെ പണിയുന്ന, നമ്മൾ 5 പേരാണ് പണിയുന്നതിനകത്ത്, 5 പേർക്കും കൊടുക്കുന്നുണ്ട്. എത്രയാണ് അവർക്ക് ശമ്പളം? ആദ്യമേ സാറ് വന്ന സമയത്ത് ഞങ്ങൾ 100 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സിംഗിൾ മെഷീനായിരുന്നു പണി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 ഫേസ് കണക്ഷനായി. ഇപ്പോൾ ഞങ്ങൾ 250 രൂപ വെച്ച് അവർക്ക് ദിവസം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞു ബയോഗ്യാസ് പ്ലാന്റ്സ് അവർ പ്രവർത്തിക്കുന്നുണ്ട് 3000 വീട്ടിൽ. അത് പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. പശുവിനെ വളർത്തുന്ന വീടുകളിൽ നല്ലൊരു ശതമാനം വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അത് കൃഷി വകുപ്പ് വഴിയായിരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. കൃഷി വകുപ്പിൽ നിന്നും ബയോഗ്യാസ് പ്ലാന്റിന് സബ്സിഡി നമ്മൾ 8000 രൂപ ഒരു പ്ലാന്റിന് 8000 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ് കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം 2-3 പശു ഉള്ളവരാണ് കൂടുതൽ പേരും. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. വന്നവരിൽ ആരെങ്കിലും മാസ്റ്റർ ഫാർമേഴ്സ് ഉണ്ടോ? പറയൂ, ഒരു മാസ്റ്റർ ഫാർമറുടെ ജോലികൾ. ഞങ്ങൾ മാസ്റ്റർ ഫാർമർ ആകുന്നത് നമ്മൾ JLG കൃഷി ചെയ്തു കഴിഞ്ഞിട്ട് ആ JLG ചെയ്ത എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഓരോ ആളുകളെ വിളിച്ച് നമ്മൾ എന്താണ് കൃഷി ചെയ്തതെന്നും ഏത് രീതിയാണെന്നും നമ്മളിങ്ങനെ പ്രസന്റേഷൻ ചെയ്യിച്ചു കഴിയുമ്പോൾ അവരുടെ വിവരങ്ങൾ, അതായത് ഞങ്ങൾ എന്ത് രീതിയിലാണ് ചെയ്തേക്കുന്നതെന്നും അപ്പൊ എങ്ങനെയാണ് നമ്മൾ നാട്ടറിവോട് കൂടിയാണ് നമ്മളെല്ലാവരും ആദ്യമേ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ കീടങ്ങളെ നശിപ്പിക്കാനും എല്ലാം നമ്മൾ, പ്രത്യേകിച്ച് ആദിവാസി സ്ത്രീകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് കുറെ നാട്ടറിവുകളുണ്ട്. അവർ കൃഷി ചെയ്യുന്ന രീതികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും നന്നായി കൃഷി ചെയ്ത ഫാർമർമാരാണ് മാസ്റ്റർ ഫാർമേഴ്സ് ആയിട്ടുള്ളത്. അവരെ എല്ലാം കൂടെ യോജിച്ച് 63 പേരുണ്ട്. അവരെ നമ്മൾ ഓരോ 5 JLGകൾ വീതം വീതിച്ചു കൊടുത്ത എല്ലാ വാർഡിലും ഉണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ് FFC കൺവീനറായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ FFC കൺവീനർ എന്ന നിലയിൽ ഞാൻ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ JLGയിലെ മാസ്റ്റർ കർഷകരെല്ലാവരും എന്നെ വിളിക്കും. മഴക്കെടുതി മൂലമോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കും. ഞാൻ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെടും. കൃഷി ഓഫീസറെ വിളിച്ചുകൊണ്ട് അവരുടെ കൃഷിയിടം കാണിക്കും. അപ്പോൾ കൃഷി ഓഫീസർ അതിന് വേണ്ട അപേക്ഷകൾ, സബ്സിഡികളെല്ലാം നമുക്ക് തരും. കൂടാതെ കൃഷി ഓഫീസിൽ നിന്ന് എല്ലാ മാസവും മാസ്റ്റർ ഫാർമർമാർ മീറ്റിംഗ് കൂടുമ്പോൾ കൃഷി ഓഫീസർ വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും കൃഷിയിടങ്ങളിലേക്ക് പോകാൻ എല്ലാ മാസവും കൂടും. എവിടെ വെച്ചാ കൂടുക? CDS ഓഫീസിൽ വെച്ച്. ആടുഗ്രാമം, പശു. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര കണ്ടില്ല അല്ലേ? 11 ഗ്രൂപ്പുകളിലെ 55 കുടുംബങ്ങൾക്ക് ആടുഗ്രാമം. ക്ഷീരസാഗരത്തിൽ 14 ഗ്രൂപ്പുകൾ മുന്നോട്ട് വരികയും അവരുടെ പരിശീലന പരിപാടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 14 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 5 പേര്, ഇപ്പൊ 70 പേര്. അതിൽ കൂടുതൽ കിട്ടിയില്ല. ബാക്കിയുള്ള ആൾക്കാരെല്ലാം JLGയിലുണ്ട് സാർ. JLGയിലുണ്ട്. നേരിട്ട് കൃഷിയിലാണ് കൂടുതൽ. JLGയിൽ നിൽക്കുന്നവർക്ക് സംരംഭത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതല്ല, അത് മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ മുമ്പ് പറഞ്ഞു ആദിവാസി മേഖലയിലുള്ള എല്ലാ കുടുംബങ്ങളും കുടുംബശ്രീയിൽ അംഗങ്ങളാണെന്ന് പറഞ്ഞു. ആ മേഖലയിലെ സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ? എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? പൊതുവായിട്ട് ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കുട്ടികളെയും സ്കൂളിൽ വിടാനായിട്ട് ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം തുടങ്ങി അത് തുടരാനായിട്ട് തൊടുപുഴ ഹോസ്റ്റല് അവിടെ നിർത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം തുടരുന്നുണ്ട്. ഒരു കുട്ടി പോലും ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാതെ സ്കൂളിൽ പോകാതിരിക്കുന്നില്ല. പിന്നെ ആദിവാസി മേഖലയിലുള്ള സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നമൊന്നും പൊതുവായിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ ട്രൈബൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പുകൾ, എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുകൾ 16 കോളനികളിലും നടത്തുന്നുണ്ട്. ആയുർവേദത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനം അത് ഗവൺമെന്റ് ആശുപത്രിയിലാണോ? ഇത് ഈ ആയുർവേദ ആശുപത്രിയിലാണോ? അത് ആയുർവേദ പാലിയേറ്റീവ് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? CHCയുടെ കീഴില് ഉണ്ട്. അതുപോലെ തന്നെ ആയുർവേദം അവരെ ഈ പാലിയേറ്റീവ് രോഗികളെ നോക്കുന്നുണ്ട്. അമൃതധാര എന്ന പേരില് ബ്ലോക്കിന്റെ കീഴില് നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മാസവും ഈ രോഗികളുടെ അടുത്ത് ഈ 2
ആയുർവേദവും അലോപ്പതിയും എല്ലാ മാസവും അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. 154 രോഗികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. പ്രസിഡന്റ് എന്ത് പറയുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ? അതിൽ ഏറ്റവും നന്നായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. 3.5 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ഈ പാലിയേറ്റീവിന്റെ നേഴ്സിന് ശമ്പളം കൊടുക്കാനായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ബാങ്കിന്റെ പ്രതിനിധി വന്നിട്ടുണ്ട്. നിങ്ങളും കുടുംബശ്രീയുമായിട്ടുള്ള ബന്ധം? ബാങ്കിന്റെ പ്രധാനമായിട്ടും CDC ആയിട്ടുള്ള ബന്ധം വരുന്നത് സംഘങ്ങൾക്കും JLGകൾക്കും ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ ഒരു വലിയൊരു ജോലിയുടെ ഒരു പ്രധാന ഭാഗം തന്നെ CDC ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ആളുകളെ കസ്റ്റമേഴ്സിനെ തിരിച്ചറിയുന്നതിനുള്ള പ്രധാന ഭാഗം തന്നെ CDC ചെയ്തു തരികയാണ്. അപ്പോൾ ഒരു പുതിയ സംഘം നമ്മുടെ അടുത്ത് ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് CDSകാരുടെ അടുത്ത് നിന്നുള്ള ലെറ്റർ. CDS അവരുടെ സമ്പാദ്യം മുഴുവൻ ഓഡിറ്റ് ചെയ്തിട്ട് ഒരു പേപ്പർ കൊടുക്കും. പിന്നെ CDC എന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കുടുംബശ്രീക്കുള്ള മുഴുവൻ ഒരു റേറ്റിംഗ് ചെയ്യുന്നത്. റേറ്റിംഗിൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. ഇത് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ക്യാമ്പിലാണോ ചെയ്യുന്നത്? ക്യാമ്പ് വേണമെന്നില്ല. മിക്കവാറും തന്നെ സംഘങ്ങൾ ഇങ്ങനെ നമ്മളെ ഓരോ ദിവസവും എന്നുള്ള പോലെ ബാങ്കിൽ വന്ന് ആളുകൾ നമ്മളെ വന്ന് കാണുന്നുണ്ട്. അപ്പൊ CDS ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ നമ്മളെ വന്ന് കാണും. പല സംഘങ്ങളും ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ലോണുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യും. പിന്നെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ CDS കൊണ്ടുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലോൺ കൊടുക്കാനുള്ള ഒരു പേടി മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഈ സംഘങ്ങൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാങ്കിങ് ലിറ്ററസി, ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ അതിന് വേണ്ട ഇടപാടുകളൊക്കെ നടത്താനുള്ള ഒരു ഈ അതിന്റെ ഒരു കഴിവ്, കേപ്പബിലിറ്റി, അതിനുള്ള വല്ല പരിശീലനം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് സർക്കാരിന്റെ പ്രധാനമന്ത്രി ജൻധൻ യോജന ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ അക്കൗണ്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പം CDSകാരെ ബന്ധപ്പെടുകയാണ്. നമ്മൾ ബാങ്കുമായിട്ട് ഏറ്റവും അടുത്ത് നമുക്ക് ബന്ധമുള്ളത്, ഏറ്റവും ആളുകളോട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം എത്താൻ കഴിയുന്ന ഒരു ഏജൻസി പോലെ നമുക്ക് CDSകാരാണ് നമുക്ക് സഹായം വരുന്നത്. ബാലസഭ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ബാലസഭ പഠനയാത്ര പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബാലപഞ്ചായത്തിലുള്ള എല്ലാ ബാലസഭയ്ക്കും ഈ പഠനയാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതിനാൽ ഞങ്ങൾ പോയ കുട്ടികൾ അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ബാലസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെയായിട്ട് വല്ല കലാപരിപാടികൾ വല്ലതുണ്ടോ? ഞങ്ങളുടെ ബാലസഭകളിൽ ആഴ്ചകളിൽ വിവിധ തരം പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ആദ്യമത്തെ ആഴ്ച ഞങ്ങൾ കലാപരിപാടികൾ പഠിക്കുന്നുണ്ട്. എന്ത് കലാപരിപാടിയാണ് പഠിക്കുന്നത്? ഡാൻസ്, പാട്ട്, പ്രസംഗം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾ പൊതുവിജ്ഞാനം നടത്തുന്നുണ്ട്. രക്ഷാധികാരി ഞങ്ങളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. മൂന്നാമത്തെ ആഴ്ച ഞങ്ങൾ പഠിച്ച പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 4ാമത്തെ ആഴ്ച ഞങ്ങൾ കടങ്കഥ പയറ്റ് കുട്ടികൾ തന്നെ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ബാലസഭയുടെ? എല്ലാ ബാലസഭകളും ആഴ്ചയില് ബാലസഭ കൂടും. മാസത്തില് രണ്ടാമത്തെ ശനിയാഴ്ച CDSന്റെ നേതൃത്വത്തില് എല്ലാ കുട്ടികളെയും അവർക്കൊരു പഠനം ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഇപ്പം നമ്മള് കോളനികളെ കേന്ദ്രീകരിച്ചാണ് പഠനത്തിൽ അല്പം പുറകോട്ട് നിൽക്കുന്ന കുട്ടികള് ട്യൂഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തന്നെ പഠിച്ച് എന്റെ മോളൊക്കെ ട്യൂഷൻ എടുപ്പിക്കും സൗജന്യമായിട്ട്. അത് കണ്ടിട്ട് ട്രൈബൽ ഓഫീസർ ഇപ്പം ചെറിയൊരു ശമ്പളം കൊടുക്കാൻ, ശമ്പളം എന്നല്ല, ഒരു കുട്ടിക്ക് 60 രൂപ വെച്ച് പ്രോത്സാഹനമായിട്ട് കൊടുക്കാൻ എല്ലാ ട്രൈബൽ മേഖല എല്ലാ കുട്ടികൾക്കും പഞ്ചായത്ത് പറഞ്ഞാലും വല്ല പ്രോത്സാഹനം ഉണ്ട്. പഠനയാത്രകൾ മൊത്തം പഞ്ചായത്താണ് ഫണ്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പം കുട്ടികൾ ഇന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കണം എന്ന് പറയുന്ന ആ ഭാഗത്തോട്ടാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഈ തുല്യത പരീക്ഷ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ട്. എല്ലാവരും കുടുംബശ്രീ മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും കുടുംബശ്രീയുള്ള എല്ലാ അംഗങ്ങളും എഴുതി. സാറൊക്കെ വന്നപ്പോഴാണ് എന്റെ പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്. അന്നാണ് പരീക്ഷ. എത്രാം ക്ലാസ്സാണ്? ഇപ്പം 4ാം ക്ലാസ് വരെയുള്ളതാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉയർന്ന ക്ലാസ് വരെ ഉണ്ട്. അങ്ങനെ 8 ക്ലാസ് പഠിച്ച ആളാണ് ഞാന്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 4 വരെയുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഇവര് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് കൂടി കാണിക്കണം. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു സെഗ്മെന്റ് കൂടിയുണ്ട് ഡോക്യുമെന്ററി, അതുകൂടെ കണ്ടിട്ട്
പഞ്ചായത്തിന്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും പ്രതിനിധികളുമായി വിധികർത്താക്കൾ നടത്തിയ ചർച്ചയുടെ ഭാഗങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഇത് കാണാം. സങ്കീർണമായ ഒരു പ്രക്രിയയിൽ കൂടിയാണ് ഏറ്റവും നല്ല CDSനെ തിരഞ്ഞെടുക്കുന്നത്. ഈ മീറ്റിംഗോട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ ഉള്ള വ്യത്യസ്ത ഘടകങ്ങളും കുടുംബശ്രീയുമായിട്ടുള്ള ബന്ധം ഒന്ന് മനസ്സിലാക്കാനാണ്. ബാങ്കിന്റെ ഒരു പ്രവർത്തനം ഇവിടെ വളരെ കുറവാണ്. ഇവിടെ ചേലച്ചോട് ബാങ്കും തൊടുപുഴയിലുമാണ് ഇപ്പോൾ പോയി ബാങ്കിന്റെ ഇടപാടുകൾ നടത്തുന്നത്. ഇവിടെ എടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാൻ ഈ വീട്ടമ്മമാർ മൈലുകളപ്പുറം, ഇപ്പോൾ ചേലച്ചോട് വണ്ണപ്പുറം റോഡ് തുറന്നതിന് ശേഷം കുറെ യാത്രാ സൗകര്യമുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ 87 കിലോമീറ്റർ ചുറ്റിയാണ് ഈ പൈസ തിരിച്ചടയ്ക്കുന്നത്. ആ തിരിച്ചടയ്ക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് കുടുംബശ്രീ അംഗങ്ങൾക്കുണ്ട്. പക്ഷേ ആ പൈസയൊക്കെ കൃത്യമായി അടയ്ക്കുന്നതിലും അത് തിരിച്ച് വീണ്ടും വാങ്ങുന്നതിനും ബാങ്കുകാർ പൂർണ്ണ സംതൃപ്തരാണ്. ആ കാര്യത്തിൽ വീണ്ടും ലോൺ കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ നബാർഡിൽ നിന്നുള്ള റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നില്ല. അപ്പോൾ ഓൺ ഫണ്ടിൽ നിന്നുള്ള വായ്പകളാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ നേരിട്ട് കൊടുക്കുന്നതും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കുന്നത്. വളരെ നന്നായിട്ട് ബാങ്കബിൾ ആയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബാങ്കുകൾ വിലയിരുത്തുന്നത്. കൃഷിഭവനിലൂടെ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അവരെ ആവശ്യപ്പെടുന്നു ചില ചാരിറ്റി ഗ്രൂപ്പുകളിൽ പോകണം, അവരുടെ കൃഷിയെ പറ്റി കാണുക, അവരതിനെ പറ്റി ജൈവ കീടനാശിനി ഉപയോഗത്തെ പറ്റി ഒരു നിർദ്ദേശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഞാൻ പോകാറുണ്ട്. കൃഷിയെ പറ്റി അതിന് രാസപ്രയോഗം നടത്തിയാലുണ്ടാകുന്ന ദോഷഫലത്തെ പറ്റിയൊക്കെ എന്റെ കഴിവനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. പഞ്ചായത്തും കുടുംബശ്രീയായിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത്. കുടുംബശ്രീക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പഞ്ചായത്തിൽ പറയുകയും പഞ്ചായത്ത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 18 മെമ്പർമാരാണ് പഞ്ചായത്തിനുള്ളത്. 18 മെമ്പർമാരും കുടുംബശ്രീയെ സഹായിക്കുന്ന കൂട്ടത്തിലാണ്. ഒരാൾ പോലും കുടുംബശ്രീക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ കുടുംബശ്രീക്കാരും എല്ലാ വാർഡിലും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് നന്നായിട്ട് സഹകരിച്ചാണ് പോകാറുള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത്, ഇടുക്കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും മുമ്പിലായിരുന്നു. 10 വർഷം മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ഈ സ്ഥലം വളരെ കുറഞ്ഞു. അപ്പോൾ അത് വളരെ കുറഞ്ഞതിലെ ഒരു പ്രധാന കാരണം ഈ പ്രദേശത്തുണ്ടായിരുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥ, കാർഷിക മേഖലയിലെ വലിയ തകർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ കാർഷിക മേഖലയിലെ തകർച്ചയും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ഒക്കെ മറികടക്കുന്നതിന് ഈ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനം വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ട്രെയിനിങ് കൊടുക്കുന്ന എനിക്ക് കിട്ടാറുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്താണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഷാർപ്പ് 9:45 ഞാനിവിടെ എത്താറുണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി കറക്റ്റ് എല്ലാവരും എത്ര അകല കുടികളിലാണെങ്കിലും അവരുടെ സമയനിഷ്ഠയോടുകൂടി എത്തിച്ചേരാറുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നമ്മുടെ പഞ്ചായത്തിൽ വന്നിരുന്നു. അന്ന് കുടുംബശ്രീയിലെ വനിതകൾ മുഖ്യമന്ത്രി അടുക്കൊരു അപേക്ഷ കൊടുത്തു. എന്നുവെച്ചാൽ കുട്ടികളടക്കമുള്ള പലരും മദ്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ ഔട്ട്ലെറ്റ് ഒന്ന് മാറ്റിത്തരണം. പക്ഷേ മറ്റ് പല മേഖലകളിലും ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇത് മാറാനുള്ള ക്രമീകരണം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് ഈ ഗ്രാമം അക്കാര്യത്തിൽ വലിയ ശാന്തത ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ അതെങ്ങനെ ഒരു മുന്നിട്ടിറങ്ങി ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി മാറ്റാനായിട്ട് അമ്മമാർ ചെയ്തത് തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷകരമായ ഒരു കാര്യമായിട്ട് ആണ് അനുഭവപ്പെടുന്നത്. CC കഞ്ഞിക്കുഴിയിൽ കഴിഞ്ഞ 8 വർഷമായി പബ്ലിക് സ്പോൺസേഡ് ആയിട്ടുള്ള ഭക്ഷണ വിതരണ പരിപാടി യാതൊരു തടസ്സവും കൂടാതെ നടന്നു വരികയാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബശ്രീ അംഗങ്ങളാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ദൂരദർശനുമായി പങ്കുവെച്ച എല്ലാവർക്കും കുടുംബശ്രീയുടെ പേരിൽ വലിയ നന്ദി. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ തനത് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. ചെയർപേഴ്സൺ, ഇനി അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു നയം, ഒരു വിഷൻ എന്താണ് കഞ്ഞിക്കുഴിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്? ഞങ്ങളുടെ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ഒരു സ്വപ്നം ഒരു പരിശീലനം, ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ ഒരു പരിശീലന കേന്ദ്രം, ട്രൈബലിന്റെ ഒരു പരിശീലന കേന്ദ്രം അനുവദിക്കുന്ന MLA
അതിന് 20 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൈബൽ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈബൽ ആൾക്കാരുടെ വിവിധ പരിശീലനം അവർ ഉത്പാദിപ്പിക്കുന്നത്, വിപണനവും അതുപോലെ അവരുടെ വനവിഭവം ശേഖരിക്കുന്നുണ്ട്, അത് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റും എല്ലാം. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സ്വപ്നമാണ്, എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ. അവിടെ നിന്നുള്ള അങ്ങനെ ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ. എല്ലാ സഹായവും പഞ്ചായത്ത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ. നമുക്ക് നിരീക്ഷകരായിട്ട് വന്ന കുടുംബശ്രീ പ്രവർത്തകരുണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന്. അവരുടെ അഭിപ്രായം ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാം. എനിക്കിത് കണ്ടതിൽ നമ്മുടെ ചെയർപേഴ്സൺ ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ താണ്ടി രാവിലെ 7 മണിക്ക് തന്നെ ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കുന്നു. ഇത്രയും നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി എല്ലാവിധ ആശംസകളും. നല്ലൊരു കാര്യം. രണ്ടാമത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു 2 മിനിറ്റ് പോലും നടക്കണ്ട ഞങ്ങളുടെ പഞ്ചായത്തോട്ട്. കിലോമീറ്ററുകളോളം താണ്ടി നിങ്ങൾ ഈ വേദന അനുഭവിച്ച് ഒരു കൂട്ടായ്മയ്ക്ക് മാതൃക നൽകിയ ചെയർപേഴ്സണും മറ്റ് ഭാരവാഹികൾക്കും കഞ്ഞിക്കുഴി പഞ്ചായത്തിന് ആലപ്പുഴ ജില്ലയിലെ പാനാർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെയുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇത്രയും ത്യാഗം സഹിച്ച് നിങ്ങളോടൊപ്പം ഈ CDSന്റെ മെമ്പർമാരും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയർപേഴ്സൺ മറ്റുള്ള പ്രവർത്തകർ പറഞ്ഞുകൊണ്ട് ഇത്രയും വഴി താണ്ടി നടന്ന് ഞാനൊരു തവണ ഒരു ഇടുക്കി ജില്ലയിലെ ഒരു ട്രെയിനിങ്ങിന് 7 ദിവസം വന്നതാണ്. അന്ന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ മണിക്കൂറുകളോളം പാല് തലയെ ചുമന്ന് വെച്ചുകൊണ്ട് താഴെയായിട്ട് ഇറങ്ങി വരുന്ന രൂപ ഇപ്പോഴും മനസ്സിലിരിക്കുന്നു. പിന്നെ നമ്മുടെ കൂട്ടായൊരു പ്രവർത്തനം എൻ്റെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി കൂടാതെ എല്ലാവരുടെയും കൃഷി ഓഫീസിൻ്റെ ബാങ്കിൻ്റെ എല്ലാം കൂടി ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഒരു ആവേശം തോന്നുന്നു ആ കൃഷിയൊക്കെ വന്ന് നേരിട്ടൊന്ന് ഉണ്ടാക്കൊള്ളാമെന്ന്. എൻ്റെ എല്ലാവിധ അഭിനന്ദനം. എല്ലാ പഞ്ചായത്തിനും കിട്ടാത്ത ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം ബാങ്കും കൃഷിഭവനും പഞ്ചായത്തും ഒത്തൊരുമയോടുകൂടി നിൽക്കുന്ന ഒരു പഞ്ചായത്ത്. ഞങ്ങൾക്കൊക്കെ അത്രയൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരുടെയും സഹകരണം കാണത്തില്ല. നിങ്ങളുടെ പ്രവർത്തനത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ ആദ്യത്തെ ഷോ വളരെ ആസ്വദിച്ചാണ് ഞാൻ കാണുകയും പല സ്ഥലത്തും ഞാൻ പോയി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിക്കുഴിയുടെ ഒരു മാതൃകയെ പട്ടികവർഗ മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവിടുത്തെ CDS ചെയർപേഴ്സൺ ആയിരിക്കുന്ന ആൾക്കാരും ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ അടക്കം ട്രൈബൽ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു പക്ഷേ കൺവെർജൻസ് പഞ്ചായത്തിന്റെ അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റൊരു ഇത് കാണാൻ വേണ്ടി സാധിച്ചത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രവർത്തനം കേരളത്തിലെ എല്ലാ കുടുംബശ്രീ CDSകൾക്കും അതേപരമാക്കാവുന്നതാണെന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതിനകത്ത് ബാലസഭയോട് നിങ്ങൾ കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള വെളിച്ചം എന്ന് പറയുന്നൊരു ഇത് ഞാൻ കാണുകയുണ്ടായി നിങ്ങളുടെ പഴയ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ മറ്റു കുട്ടികളുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു മെസ്സേജായി അതെനിക്കൊന്നൊരു യൂട്യൂബിലൊക്കെ വൈറലായി എത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ വലിയൊരു മാതൃകയാണ് കഞ്ഞിക്കുഴി കാണിക്കുന്നത്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കഞ്ഞിക്കുഴിയിലെ ഞങ്ങൾ ചെയർപേഴ്സൺ ഞങ്ങൾ അവസരം കൊടുക്കുന്നുണ്ട്. വയനാട് വെച്ച് നടക്കുന്ന ഒരു ട്രൈബൽ CDS ചെയർപേഴ്സൺമാരുടെയും വൈസ് ചെയർപേഴ്സൺമാരുടെയും ഒരു സംഗമം വാർഷികത്തോടനുബന്ധിച്ചിട്ടുണ്ട്. ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഇതിനു മുമ്പ് തന്നെ ഞാൻ ജില്ലാ മിഷനെ വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇതും കൂടി ഇതിനകത്ത് പറയുകയാണ്. വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് CDSന്റെ ചെയർപേഴ്സണ് വൈസ് ചെയർപേഴ്സണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. കഞ്ഞിക്കുഴി CDS ആദ്യ റൗണ്ടിൽ 81 മാർക്ക് ഉണ്ടായിരുന്നു. വളരെ നല്ല സ്കോറായിരുന്നു. ഇത്തവണയും വളരെ ആവേശകരമായ കഥകളും പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇനി ഇന്നത്തെ നിങ്ങളുടെ പ്രകടനത്തിന് എത്ര മാർക്കാണ് ലഭിക്കുന്നതെന്നാണ് അറിയേണ്ടത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആകെ 50 മാർക്കുണ്ട്. അതിൽ ഓരോ ജഡ്ജും എത്ര മാർക്കാണ് തരിക എന്ന് ചോദിക്കാം. കണ്ണൻ മാഷേ, എത്ര മാർക്കാണ് ഇവർക്ക് നൽകുന്നത്? ഈ റൗണ്ടിൽ ഇപ്പോഴത്തെ മാർക്ക് 50 മാർക്കാണ്. ബാക്കി 50 മാർക്കിൻ്റെ കാര്യം പിന്നീട് പറയാം. അപ്പം ഈ 50 മാർക്കിൽ പെർമനൻ്റ് ജൂറി ആയിട്ടിരിക്കുന്ന 3 പേർക്ക് 15 മാർക്ക് വീതം. അപ്പോൾ 45 ആയി. അപ്പോൾ വിദഗ്ധനായിട്ട് വന്നിട്ടുള്ള ഡോക്ടർ ഷെരീഫിന് 5 മാർക്ക്,
അങ്ങനെയാണ് മാർക്ക് പറയാൻ പോകുന്നത്. എൻ്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ എല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങളുടെ സഹ കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത്രയും ദുർഘടമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് താമസിച്ച് വരുന്ന CDS ചെയർപേഴ്സൻ്റെ അർപ്പണ മനോഭാവം. അതുകൊണ്ട് തന്നെയാണ് അവർ 2ാം പ്രാവശ്യവും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ അവരിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും പാടില്ല അല്ലേ? പക്ഷേ അവരെല്ലാവരും അവരുടെ കൂടെ ഉണ്ടെന്നും നിങ്ങളുടെ ജോലികൾ അവർ പങ്കുവയ്ക്കുന്നുണ്ടെന്നും പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കിത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി തരുന്നത്. 2ാമത്തെ കാര്യം പഞ്ചായത്തിൻ്റെ സഹകരണം. പഞ്ചായത്തിൽ വളരെ എന്താ പറയുക, പൊതുപ്രവർത്തനത്തിൽ വളരെ കാലം നിലനിൽക്കുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ കുടുംബശ്രീയുടെ ഇന്നത്തെ പ്രാധാന്യത്തെപ്പറ്റിയും സ്ത്രീകളെ എന്തുകൊണ്ട് പൊതുരംഗത്ത് വരണം എന്നുള്ളതിനെ പറ്റിയും തികച്ചും ബോധമുള്ളൊരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു സഹകരണം നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഉണ്ടാവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എങ്കിൽ മാത്രമേ കുടുംബശ്രീയും പഞ്ചായത്തും, ഒരു കൂട്ടർ വിചാരിച്ചാൽ മാത്രം പറ്റില്ലല്ലോ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിന്നാലേ നമ്മുടെ പ്രാദേശിക തലത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ സഹായം ആവുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ നമ്മളിവിടെ പലതും ചർച്ച ചെയ്തു, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കുട്ടികളോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം, പൊതുവിൽ കുട്ടികളോടും പ്രത്യേകിച്ചും സമൂഹത്തിൽ ഇന്നും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലുള്ള SC ST വിഭാഗത്തിലുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ മറ്റ് പല ജില്ലകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ST വിഭാഗത്തിൽ കുറേയൊക്കെ നല്ലോണം പുരോഗതി വരുത്താൻ ആ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അതിനെപ്പറ്റി പറയുകയുണ്ടായി. അത് സഹായം ആയിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ 15 മാർക്കിൽ 13 മാർക്ക് വന്നിരിക്കുന്നു. നമുക്ക് നിവേദിത മാമിനോട് ചോദിക്കാം എത്ര മാർക്കാണ് നൽകുന്നതെന്ന്. കഞ്ഞിക്കുഴി CDS നിങ്ങളുടെ സ്ട്രോങ് പോയിന്റാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CDS ചെയർപേഴ്സൺ പറഞ്ഞ ഒരു ട്രൈബൽ ട്രെയിനിങ് സ്കൂൾ സെൻറ്റർ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. പിന്നെ അതുകൂടാതെ സംരംഭങ്ങളുണ്ട്, JLG ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യുന്നു. പക്ഷെ അത് ഇനി കുറച്ച് ഒരു അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. ഇനി കുറച്ച് വാല്യൂ അഡിഷനും അതെല്ലാം ആവശ്യം. അതിൽ ഇവരുടെ സഹായമാണ് ആവശ്യം. കൃഷി ഓഫീസറിൻ്റെ സഹായമാണ് ആവശ്യം. അത് കൃഷി ഓഫീസർ ഒന്നും ആലോചിക്കണം. ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യുന്ന അതേപോലെ അല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങളുടെ പഞ്ചായത്തും CDSഉം നിങ്ങളുടെ യോജിച്ച് പോകുന്ന എല്ലാ കാര്യത്തിലും യോജിച്ച് പോകുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അത് മാതൃകാപരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു സരാഹനീയമാണ്. പിന്നെ മൂന്നാമത്തെ നിങ്ങളുടെ ഈ നാച്ചുറൽ ഫൈബർ സെൻറ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ കളേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആകും നാച്ചുറൽ പ്രോഡക്ട്സ്. അത് ഒന്ന് ആലോചിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ് മിഷൻ നിന്ന് അതൊന്ന് ആലോചിച്ചാൽ ഇവർക്ക് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പഞ്ചായത്താണ്, അതിലൊരു ഡൗട്ടുമില്ല. ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് 15-ൽ 14 മാർക്ക്. മിനിമാമിനോട് ചോദിക്കാം 15-ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന്. കഞ്ഞിക്കുഴിയെ പറ്റി പല മേഖലയിലും ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായി വളരെയേറെ വെല്ലുവിളികളുള്ള ഒരു പഞ്ചായത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു വലിയ വിസ്തൃതി, അതുപോലെ ചെന്നെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങൾ, വീടുകളാണെങ്കിൽ കുറച്ച് അകന്നകന്ന് ആണ് ഉള്ളത്. ഇതൊക്കെയാണെങ്കിലും ഈ പ്രദേശത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും മുന്നിൽ കണ്ടുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ അവിടുത്തെ സ്ത്രീ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ പരിപൂർണമായ ഒരു പിന്തുണയുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കഞ്ഞിക്കുഴി സ്ത്രീകളുടെ ഒരു പ്രവർത്തനം കൊണ്ടും സ്ത്രീകളുടെ ഒരു
വികസനത്തോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥത കൊണ്ടുമായിരിക്കും ഒരുപക്ഷെ ഇനി കേരളത്തിൽ അറിയപ്പെടാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പുതിയ കാര്യങ്ങൾ കൂടി കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഗുണപരമായി മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടുതൽ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സാധ്യതകൾ, അതുപോലെ ട്രെയിനിങ് സെൻ്ററുകൾ, ഇതൊക്കെ വരുമ്പോൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടിത്തറയായി നിൽക്കുകയും അതിനെ കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഒരു മാതൃകയാവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നൽകുന്നത് 15-ൽ 13.5. നമുക്ക് ഷെരീഫ് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം, ഒപ്പം മാർക്കും അറിയാം. കഞ്ഞിക്കുഴി CDSന്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും നല്ലതായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം അതുതന്നെ. ഏതായാലും ഒരു മാതൃക CDSും അതോടൊപ്പം തന്നെ ഈ മാതൃക കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് വരട്ടെ. അപ്പം അതിനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, അതിനുള്ള മനസ്സും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് അലോട്ട് ചെയ്ത 5 മാർക്കിൽ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് 4.75. 4.25, 5-ൽ 4.25 മാർക്ക്. കഞ്ഞിക്കുഴി CDSന്റെ ഇന്നത്തെ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന ആകെ മാർക്ക് അറിയാം, 50-ൽ 45.25. വിദ്യാർത്ഥാക്കളുടെ CDS സന്ദർശനത്തിന്റെയും കഞ്ഞിക്കുഴി CDS ഞങ്ങൾക്ക് സമർപ്പിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിൽ 50 മാർക്ക് കൂടി കഞ്ഞിക്കുഴി CDSന് സ്വന്തമാക്കാം. ഇതിൽ എത്ര മാർക്കാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണൻ മാഷിനോട് ചോദിച്ചറിയാം. ഇപ്പോൾ 50 മാർക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു 50 മാർക്ക് കൂടിയുണ്ട്. അത് ഞങ്ങൾ ഭാഗിച്ചിരിക്കുന്നത് 3 ഭാഗങ്ങളായിട്ടാണ്. അതിലത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20%. അപ്പോൾ 50-ൽ 20 പോവും. അതിൽ കിട്ടിയത് കഴിഞ്ഞ റൗണ്ടിലെ മാർക്കിലെ 20% എന്ന് പറയുന്നത് 16.2 മാർക്കാണ് ഈ റൗണ്ടിലോട്ട് എടുത്തിരിക്കുന്നത്. പിന്നൊരു 20 മാർക്ക് ഞാനും ഡോക്ടർ ഷെരീഫും അവിടെ വന്ന് കണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെയും കണ്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 20-ൽ മാർക്ക് കിട്ടും. അതിൽ 20-ൽ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20, 40 ഇനി 10 മാർക്കാണ് ഉള്ളത്. ആ 10 മാർക്ക് കണക്കാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിച്ച് അതിൽ ചില പ്രത്യേക ഘടകങ്ങളുടെ കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ 2-3 ഉദാഹരണം പറയാം. ഒന്ന്, സാമൂഹ്യ പങ്കാളിത്തം. SC ST വിഭാഗങ്ങൾ എത്രത്തോളം കുടുംബശ്രീ അംഗങ്ങളായും, ഇപ്പോൾ എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണ് എന്ന് പറഞ്ഞു, അത് അങ്ങനെയാണെങ്കിൽ അതിനൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ CDS ചെയർപേഴ്സൺ ഈ വിഭാഗത്തിൽ നിന്നാണോ എന്നുള്ളത് നോക്കി, CDSൽ എത്ര പേര് ഈ വിഭാഗത്തിൽ നിന്നുണ്ട്, അതുകൂടാതെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പങ്കാളിത്തം, അതായത് എത്ര പേര് JLGയിലും എല്ലാ വിഭാഗത്തിൽ നിന്നും മൈക്രോ എൻ്റർപ്രൈസിലും വ്യക്തിഗതമായിട്ടുള്ള ഇതെല്ലാം പങ്കെടുക്കുന്നു, ആകെയുള്ള മെമ്പർമാരുടെ അത് നോക്കിയപ്പോൾ നിങ്ങളുടെ ഏകദേശം 60%-ലധികം മെമ്പർമാർ എന്തെങ്കിലും ഒരു തൊഴിലിലോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന മേഖലയിലോ കുടുംബശ്രീയുടെ പ്രവർത്തനം മൂലം പങ്കാളികളായിട്ട് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് കൂടിയ മാർക്കാണ്. വിദ്യാഭ്യാസം നോക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ് എങ്കിലും പാസ്സായിട്ടുള്ളവർ എത്ര പേർ ADSൽ CDSലുണ്ട്, ഇതെല്ലാം കൂടി നോക്കി. പിന്നെ ബാങ്ക് ക്രെഡിറ്റ്, പ്രതിശീർഷ ബാങ്ക് ക്രെഡിറ്റ് എത്രയാണ്, പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആനുവൽ റിപ്പോർട്ടും അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും പരിശോധിച്ച് അതിന് മാർക്ക്, അതെല്ലാം കൂടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 10-ൽ 8 മാർക്കാണ്. അപ്പോൾ ഈ 3 കൂടി കൂട്ടിയാൽ 50 മാർക്കിൽ 42.2 മാർക്കാണ് ഈ 50 മാർക്കിൽ കിട്ടിയിട്ടുള്ളത്. 50-ൽ 42.2 മാർക്കാണ് ആദ്യ ഭാഗത്ത് കഞ്ഞിക്കുഴി CDS സ്വന്തമാക്കിയത്. രണ്ടാം ഭാഗത്ത് 50-ൽ 45.25. അങ്ങനെ കഞ്ഞിക്കുഴി CDS കരസ്ഥമാക്കിയിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 87.45. കഞ്ഞിക്കുഴിയിൽ ഒരാളും ഇനി ദാരിദ്ര്യം മൂലം ആത്മഹത്യ ചെയ്യില്ല. ഇത് കുടുംബശ്രീ വനിതകൾ നൽകുന്ന ഉറപ്പാണ്. വെല്ലുവിളികളെ സധൈര്യം നേരിടാനും പരിമിതികൾക്കിടയിലും പുഞ്ചിരിക്കാനും ഇവർ പഠിച്ചു കഴിഞ്ഞു. കഞ്ഞിക്കുഴി CDSന് വിജയാശംസകൾ. മറ്റൊരു CDSുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.